ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അലീന ആൻസി. അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അയച്ചു തന്നൊരു സ്റ്റോറി ആയിട്ടാണ്. പക്ഷേ ഈ സ്റ്റോറിയിൽ ഒരു 60% ഞാൻ എൻ്റേതായ മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുണ്ട്. നല്ലൊരു സ്റ്റോറിയാണ്. അപ്പോൾ നമുക്ക് സ്റ്റോറി കേൾക്കാം. ഇടിച്ചുകുത്തി പെയ്യുന്ന മഴ നീണ്ടു പരന്ന് കിടക്കുന്ന റോഡിൻ്റെ സൈഡിലേക്ക് ചുവന്ന നിറത്തിലുള്ള സ്കോർപിയോൺ കാർ ഒതുക്കി നിർത്തി. കോ ഡ്രൈവർ സീറ്റിലിരുന്ന ആളുടെ ബലിഷ്ഠമായ കൈകൾ മൊബൈലിലേക്ക് പോയി. നമ്പർ ഡയൽ ചെയ്ത ആളുടെ ശബ്ദം: രാഹുൽ മോനെ, ഞങ്ങൾ അവന്മാരിരിക്കുന്ന വീട് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവന്മാർ 2 പേരും അകത്തുണ്ട്. പണി തുടങ്ങിയേക്കട്ടെ. ഇങ്ങേ തലയ്ക്കിൽ നിന്ന് ശബ്ദം: ഒരു മയത്തിൽ മതി അച്ചായ. അച്ചായന് നേരിട്ട് ചെയ്യാനുള്ള ഇരകളല്ല അവന്മാർ. പിള്ളേരെ ഇറക്കി വിട്ടാൽ മതി, കൊല്ലരുത് കേട്ടോ. ഇങ്ങേ തലയ്ക്കിൽ നിന്ന് ചുരിച്ചിരി: ഇല്ലടാ മോനെ, കൊല്ലില്ല. പക്ഷേ വേറൊരു പ്രയോഗമുണ്ട്, അത് ചെയ്തേച്ചു വരാം. തിരികെയുള്ള മറുപടി: എന്തായാലും കുഴപ്പമില്ല അച്ചായ. പക്ഷേ അവന്മാർ ഇടികൊണ്ട് കരയുന്ന ശബ്ദം ഒന്ന് ഫോൺ വിളിച്ച് കേൾപ്പിച്ചു തന്നാൽ സന്തോഷമായി. ഏറ്റുമോനെ, അപ്പോൾ അച്ചായൻ പണി തുടങ്ങുകയാണ് ട്ടാ. ഒരു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞേക്ക്. ഓൾ ദി ബെസ്റ്റ് അച്ചായ. ഓക്കെ, താങ്ക് യു. ഇവിടെ ഇപ്പോൾ കേട്ട ഫോൺ സംഭാഷണം ടൗണിലെ മെയിൻ ഗഡിയായ അണലി എന്ന് വിളിപ്പേരുള്ള ലാസറിൻ്റെയും എൻ്റെയുമാണ്. ഓ, എന്നെ ഞാൻ പരിചയപ്പെടുത്തിയില്ലല്ലോ. എൻ്റെ പേര് രാഹുൽ. ഞാൻ ജനിച്ചതും വളർന്നതും ഒരു സാധാരണ കുടുംബത്തിലാണ്. എൻ്റെ വയസ്സ് 20. എൻ്റെ അച്ഛൻ്റെ പേര് രാജീവ്. അച്ഛൻ പോലീസിൽ SI ആണ്. മൂത്ത് SI ആയതാണ്. അമ്മയുടെ പേര് ഉമാദേവി, സ്കൂൾ ടീച്ചറാണ്. എനിക്കൊരു അനിയനുണ്ട്, പിന്നൊരു പെങ്ങളും. അനിയൻ്റെ പേര് റോഷൻ. അമ്മ പഠിപ്പിക്കുന്ന സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അനിയത്തിയുടെ പേര് രശ്മി. അവൾ +2 പഠിക്കുന്നു. രശ്മിയെപ്പറ്റി പറയുകയാണെങ്കിൽ അവളൊരു സുന്ദരിയാണ് കാണാൻ. ഞാൻ അങ്ങനെ തല്ലിനും വഴക്കിനുമൊന്നും പോകുന്ന കൂട്ടത്തിലുള്ളതല്ല. പക്ഷേ ഇപ്പോൾ അണലിയുമായുള്ള സംസാരം കേട്ടപ്പോൾ നിങ്ങൾ നെറ്റി ചുളിക്കുന്നുണ്ടാകാം. 2 മഹത് വ്യക്തികളുണ്ട്. നല്ല നാടൻ തല്ലിന് എന്തുകൊണ്ടും അർഹതപ്പെട്ടവന്മാർ. എന്താണെന്നല്ലേ? അതിലേക്ക് വരാം. ഞങ്ങളുടെ ഒരു കൂട്ടുകുടുംബമാണ്. എൻ്റെ കസിൻസും റിലേറ്റീവ്സും എല്ലാം തൊട്ടടുത്ത വീടുകളിൽ തന്നെയാണ്. ഞങ്ങൾ താമസിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഞങ്ങളുടെ കുടുംബത്തിലെ അപ്പാപ്പൻ മരണപ്പെട്ടു. എല്ലാവരും മരണാനന്തര ചടങ്ങുകൾക്കായുള്ള തിരക്കുകളിൽ മുഴുകി നടക്കുകയാണ്. അപ്പോഴാണ് അവിടെ ഞങ്ങളുടെ കോട്ടയം ജില്ലയിലെ ഒരു ആൻറ്റിയും അവരുടെ ഹസ്ബൻഡും വന്നത്. ആൻറ്റിയുടെ പേര് ദീപ. ബാങ്കിലാണ് ജോലി. ആൻറ്റിയെ കാണാൻ സിനിമാ നടി ലെനയില്ലേ, ഏതാണ്ട് അതുപോലെ ഇരിക്കും. ആൻറ്റിയുടെ ഹസ്ബൻഡിൻ്റെ പേര് അനിൽകുമാർ. ഞാൻ അനിൽ അങ്കിൾ എന്ന് വിളിക്കും. അങ്കിൾ അവിടെ പഞ്ചായത്ത് ഓഫീസിൽ ക്ലർക്കാണ്. കൂടെ എൻ്റെ അതേ പ്രായമുള്ള അവരുടെ മകളുമുണ്ട്. എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുന്ന സമയങ്ങളിൽ മാത്രമാണ് ഞങ്ങൾ തമ്മിൽ കാണുന്നത്. എൻ്റെ മുറപ്പെണ്ണായിട്ട് വരും. അവളെ അറിയാമെങ്കിലും കൂടുതൽ സംസാരിക്കാൻ അത്ര അടുപ്പമൊന്നുമില്ല. അവളുടെ പേര് ദിവ്യ. നല്ല മുഴുപ്പുള്ള ശരീരമാണ് അവൾക്ക്. പിന്നെ അത്യാവശ്യം ബാക്കുമുണ്ട്. ഒരുപാട് മോഡേണായിട്ട് ഡ്രസ്സുകളൊന്നും ധരിക്കാറില്ലെങ്കിലും അവൾ ഇട്ടിരിക്കുന്ന ചുരിദാറിൽ തന്നെ അവൾ നല്ല സുന്ദരിയായിരുന്നു. പ്രായത്തിൽ കവിഞ്ഞ ശരീരപ്രകൃതി ഉള്ളതിനാൽ അവളെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഞാൻ അവളെ നോക്കി സമയം കളയാൻ തന്നെ തീരുമാനിച്ചു. അപ്പോഴാണ് എനിക്കൊരു ഗോൾഡൻ ചാൻസ് ഒത്തുകിട്ടിയത്. കുടുംബത്തിലെ ഒരു വലിയ അമ്മാവൻ അവിടെ ഓടി നടക്കുന്ന പിള്ളേരെ എല്ലാം കൂട്ടി ഒരു വീട്ടിൽ തന്നെ ആക്കിയിട്ട് എന്നോട് അവരെ നോക്കാൻ പറഞ്ഞു. അപ്പോഴാണ് ദിവ്യയുടെ അമ്മ ദീപ ആൻറ്റി എന്നോടായി പറഞ്ഞത്: മോനെ രാഹുലേ, ദേ ഇവളെയും കൂടി അങ്ങോട്ട് വിളിച്ചോ. നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ആ വീട്ടിൽ നിൽക്ക്. ഇവിടെ ചടങ്ങുകൾ നടക്കുന്നതിനാൽ ഒരുപാട് ആളുകൾ വന്ന് പോയിക്കൊണ്ടിരിക്കും. എല്ലാവരെയും ശ്രദ്ധിക്കാൻ പറ്റുകയില്ല. രാഹുലേ, നീ എവിടെയും പോകരുത് കേട്ടോ. നീ ആ കുട്ടികളെ എല്ലാവരെയും നോക്കണം. ശരി ആൻറ്റി. ഞാൻ മനസ്സ് നിറയെ സന്തോഷത്തോടെ ആൻറ്റിയോട് ഓക്കെ പറഞ്ഞു. അങ്ങനെ ദിവ്യയെയും ഞാൻ കൂടെ കൂട്ടി. കൂട്ടത്തിൽ ഏറ്റവും
മൂത്തത് ഞാനും ദിവ്യയുമായിരുന്നു. ബാക്കി എല്ലാ ചോട്ടാകളെയും പെറുക്കി ഞങ്ങൾ വീടിനകത്താക്കി. എല്ലാവരോടും വെളിയിൽ പോകാതെ വീടിനകത്ത് നിന്ന് തന്നെ കളിക്കുവാൻ പറഞ്ഞു. പിള്ളേർക്ക് എന്തു മരണവീട്, അവർക്ക് എവിടെയെങ്കിലും ഒന്ന് ഓടിക്കളിച്ചാൽ മതി. അങ്ങനെ ഞാനും ദിവ്യയും അടുത്തടുത്ത് കസേരകളിലായിരുന്നു. കുട്ടികൾ പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടി വീടിൻ്റെ ഫ്രണ്ട് ഡോർ ലോക്ക് ചെയ്തു. ദിവ്യ: എത്ര നാളായല്ലേ എല്ലാവരെയും കൂടി ഇങ്ങനെ കണ്ട് ഒരുമിച്ച് കൂടിയിട്ട്. പിള്ളേരുടെ ഓട്ടവും ഒത്തുകൂടലും എല്ലാം കാണുമ്പോൾ കുട്ടിക്കാലമെല്ലാം ഓർമ്മ വരുന്നു. അത് ശരിയാണ്, ഞാൻ ദിവ്യയും കണ്ടിട്ട് ഒരുപാട് നാളായി. ദിവ്യ: രാഹുലിൻ്റെ പുതിയ ഹെയർ സ്റ്റൈൽ എനിക്കിഷ്ടപ്പെട്ടു. താങ്ക്സ്. ദിവ്യയും കാണാൻ ഇപ്പോൾ നല്ല സുന്ദരിയായിട്ടുണ്ട്. മുമ്പത്തേലും തടി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാനത് പറഞ്ഞപ്പോൾ അറിയാതെ എൻ്റെ കണ്ണുകൾ ഒരു നിമിഷം ദിവ്യയുടെ ശരീരത്തിലൂടെ ഒന്ന് സഞ്ചരിച്ചു. ദിവ്യ അത് കണ്ടു കാണുമോ എന്നുള്ളൊരു സംശയവും എനിക്ക് തോന്നി. ദിവ്യ: എനിക്ക് ഒരുപാട് വണ്ണമൊന്നുമില്ല. പിന്നെ കൂടുതൽ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നതിൻ്റെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഞാൻ അച്ഛനോട് പറഞ്ഞ് എപ്പോഴും കുഴിമന്തിയും എല്ലാം ഒരുപാട് കഴിക്കും. അതാണ് എൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം. അത് പറഞ്ഞുകൊണ്ട് ദിവ്യ അവളുടെ കൈകൾ രണ്ടും മസിലുകൾ കാണിക്കുന്നത് പോലെ ഒന്ന് മുകളിലോട്ട് ഉയർത്തി താഴ്ത്തി. അപ്പോൾ അവളുടെ അപ്പർ ബോഡി ഒന്ന് തുള്ളിച്ചാടി. എനിക്കത് കണ്ടപ്പോൾ തന്നെ എന്തോ പോലെയായി. എങ്ങനെയെങ്കിലും ഇവളെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ. എനിക്ക് കൊതിയായി. പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ പ്രായം അതാണല്ലോ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ ദിവ്യ വളരെ ഫ്രണ്ട്ലിയായി. കൂടെ തന്നെ അവൾ അവിടെ ഓടി നടക്കുന്ന കുട്ടികളെ കളിപ്പിക്കുന്ന തിരക്കിലുമായി. അവൾ കുട്ടികളെ കളിപ്പിക്കുമ്പോഴും എടുത്ത് കറക്കുമ്പോഴുമെല്ലാം അവളുടെ ബോഡിയിലായിരുന്നു എൻ്റെ നോട്ടം. അതെല്ലാം നോക്കിക്കൊണ്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നു. അപ്പോൾ ദിവ്യ എന്നെ അങ്ങോട്ട് വിളിച്ചു. രാഹുലേ, ഇങ്ങോട്ട് വാ. അവിടെ എന്തിനാ ഒറ്റയ്ക്കിരിക്കുന്നത്? നമുക്കും പിള്ളേരുടെ കൂടെ ഓടിക്കളിച്ചാലോ? നോക്കിയേ, എന്ത് സന്തോഷത്തിലാണ് ഇവരെല്ലാവരും. ഞാൻ എൻ്റെ കുട്ടിക്കാലമെല്ലാം ശരിക്കും മിസ് ചെയ്യുന്നു. ദിവ്യ പറഞ്ഞു നിർത്തി. ഞാൻ മനസ്സിൽ ലട്ടുപൊട്ടിയ സന്തോഷത്തിൽ അവളുടെ അടുത്ത് ചെന്നു. അവളുടെ കൂടെ ഒരു ചെറിയ കുട്ടിയെപ്പോലെ ഓരോന്ന് പറഞ്ഞ് തല്ലുപിടിക്കാനും ഓരോ തമാശകൾ പറഞ്ഞ് ചിരിക്കാനും അവളെ കളിയാക്കുവാനും തുടങ്ങി. അവളുടെ കയ്യിൽ നിന്നും കുട്ടികൾ എൻ്റെ മേത്തോട്ട് ചാടുമ്പോൾ കുട്ടികളെ വീഴാതെ പിടിക്കാനെന്ന വണ്ണം ഞാൻ പതുക്കെ ദിവ്യയുടെ ശരീരത്തിലെല്ലാം പതിയെ തൊട്ട് തലോടി. അങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇളയമ്മയുടെ മകൻ അഖിൽ നമുക്കെല്ലാവർക്കും അച്ഛനും അമ്മയും കളിച്ചാലോ എന്ന് പറയുന്നത്. അവൻ 3-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അങ്ങനെ പിള്ളേരെല്ലാവരും ഓരോ പേരുകളായി അവർ വീട് വയ്ക്കാനും പാത്രങ്ങൾ നിർമ്മിക്കാനും എല്ലാം തുടങ്ങി. അങ്ങനെ ഒരു കട്ടിലിന് മുകളിൽ കുട്ടികൾ തലേണി കൊണ്ടും ബെഡ്ഷീറ്റ് കൊണ്ടും ചെറിയൊരു വീടുണ്ടാക്കി. എന്നിട്ടത് ചെറിയ റൂമുകളായും അടുക്കളയായും എല്ലാം തിരിച്ചു. എന്നിട്ട് എന്നെയും ദിവ്യയും ആ വീട്ടിലെയും അപ്പാപ്പനും അമ്മാമ്മയും ആക്കി. ദിവ്യ കുട്ടികളുടെ കൂടെ നല്ല സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളിലും പങ്കുചേർന്നു. ഞാനാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു ചാൻസ് ഉണ്ടാക്കി ദിവ്യയെ തൊടാനും പിടിക്കാനും കാത്തിരുന്നു. ഞങ്ങൾ കളിപ്പാത്രത്തിൽ ഭക്ഷണം കഴിച്ചു. ഇനി എല്ലാവരും കിടന്നുറങ്ങ്, നാളെ സ്കൂളിൽ പോകണ്ടേ? ഞാൻ കുട്ടികളോടായി പറഞ്ഞു. തങ്ങൾ നിർമ്മിച്ച കളിവീട്ടിൽ ഓരോ സൈഡിലായി കിടന്നുറങ്ങുവാൻ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടുത്തമായി. അവസാനം അവർ ഓരോ പേരുകളായി അവിടെയും ഇവിടെയും എല്ലാം കിടന്നു. എന്നിട്ട് അഖിൽ എന്നോടും ദിവ്യയോടുമായി പറഞ്ഞു, അപ്പാപ്പനും അമ്മാമ്മയും ഇവിടെ കിടക്ക്, നിങ്ങളുടെ റൂം ഇതാണ്. കട്ടിലിൻ്റെ ഒരു സൈഡിൽ ഒരു തലേണി ചരിച്ചു വെച്ചിട്ടുണ്ട്. തലേണി അവരുടെ ഭിത്തിയാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് 2 പേർക്ക് മുട്ടി ഒരുമി കഷ്ടിച്ച് കിടക്കാം. മനസ്സിലാണെങ്കിൽ ഒരു 100,000 ലഡുകൾ മാറി മാറി പൊട്ടുന്നു. പക്ഷേ ആക്രാന്തം കാണിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ദിവ്യയെ നോക്കി കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മാമ്മേ, നമുക്കിവിടെ കിടന്നുറങ്ങിയാലോ? അപ്പോൾ തന്നെ ദിവ്യ എൻ്റെ കൈക്കിട്ടൊരു തട്ട് തന്നു. അപ്പാപ്പൻ ഇവിടെ ഒറ്റയ്ക്ക് കിടന്നാൽ മതി, ഞാനില്ല. അപ്പോൾ കളിക്കിടയിൽ കൂട്ടത്തിലെ ഒരു ചെറിയ കുട്ടി വാശി പിടിച്ചുകൊണ്ട് പറഞ്ഞു,
വാ, അപ്പാപ്പനും അമ്മാമ്മയും ഇവിടെ തന്നെ കിടക്ക്, എന്നാൽ മാത്രമേ വീട് പൂട്ടാൻ പറ്റുകയുള്ളൂ. പിള്ളേരെ വാശി പിടിപ്പിക്കേണ്ട, കരഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകും. അതും പറഞ്ഞുകൊണ്ട് ഞാൻ കട്ടിലിൻ്റെ ഒരു സൈഡിൽ കയറിയിരുന്നു. എന്നിട്ട് ദിവ്യയോട് പറഞ്ഞു, വാ ദിവ്യേ, ഇവിടെ കയറിയിരിക്കെ. ദിവ്യയ്ക്കായിരുന്നല്ലോ കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹമുണ്ടായിരുന്നത്. എന്നാൽ നീ ഇങ്ങോട്ട് മാറ്, ഞാൻ അപ്പുറത്തിരിക്കാം, അല്ലെങ്കിൽ ഞാൻ കിടക്കുമ്പോൾ താഴെ പോകും. അതും പറഞ്ഞുകൊണ്ട് ദിവ്യ എൻ്റെ അപ്പുറത്ത് വന്ന് കിടന്നു. അപ്പാപ്പനും കിടക്ക്, എന്നിട്ട് വേണം ലൈറ്റ് ഓഫ് ചെയ്യാൻ, അഖിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു. സകല ദൈവങ്ങൾക്കും മനസ്സിലൊരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ദിവ്യയുടെ അടുത്ത് ഞാൻ കിടന്നു. ദിവ്യയെ മുട്ടി ഉരുമിക്കിടന്നപ്പോൾ തന്നെ എനിക്ക് കുളിര് കോരി. അവൾ എനിക്കെതിരെ തിരിഞ്ഞാണ് കിടന്നത്. ആ പൊസിഷനായതിനാൽ തന്നെ ദിവ്യയോട് ചേർന്ന് മുട്ടി ഉരുമിയാണ് ഞാൻ അവളുടെ അടുത്ത് കിടന്നത്. ദിവ്യയോട് ചെറിയൊരു തമാശ പറയുവാനായി എൻ്റെ മുഖം ഞാൻ പതുക്കെ ദിവ്യയുടെ ചെവിയുടെ അടുത്തോട്ട് കൊണ്ടുവന്നു. എൻ്റെ ചുണ്ടുകൾ അറിയാതെ ദിവ്യയുടെ പിൻകഴുത്തിൽ ഉരഞ്ഞുകൊണ്ട് പോയി. അവളുടെ വായിൽ നിന്നും ചെറിയൊരു ശബ്ദമുണ്ടായോ എന്നെനിക്ക് സംശയം തോന്നി. ദിവ്യയോട് ഞാൻ പറഞ്ഞു, അമ്മാമ്മേ, കുറച്ച് നീങ്ങിക്കിടക്കുമോ? എനിക്കിവിടെ തീരെ സ്ഥലമില്ല. ഒന്ന് ബാക്കിലോട്ട് നീങ്ങിയാൽ ഞാൻ കട്ടിലിൽ നിന്ന് താഴെ പോകും. ദിവ്യ, എന്നാ അപ്പാപ്പൻ പതുക്കെ താഴെ പോയിട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് ദിവ്യ പുറം കൊണ്ട് എന്നെ പതുക്കെ പുറകിലോട്ട് തള്ളി. ആ തള്ളലിൽ ദിവ്യ എന്നിൽ നന്നായി അമർന്നു. അതിൻ്റെ ഫീലിങ്സ് ഉറപ്പായും ദിവ്യയ്ക്ക് കിട്ടിക്കാണും. പുറകിലോട്ട് വീഴാൻ വെമ്പുന്നത് പോലെ കാണിച്ചുകൊണ്ട് ഞാൻ പെട്ടെന്ന് ദിവ്യയുടെ വയറ്റിൽ കയറി ചുറ്റിപ്പിടിച്ചു. അപ്പോൾ തന്നെ ദിവ്യ എൻ്റെ കയ്യിലും കയറി പിടിച്ചു. സോറി രാഹുൽ, പതുക്കെ നിന്നെ പേടിപ്പിക്കാൻ വേണ്ടി ഞാൻ കാണിച്ചതാണ്. നീ പെട്ടെന്ന് വീഴാൻ പോകുമെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ പറഞ്ഞു, ഓ അത് സാരമില്ല, ഇനി അതുപോലെ ചെയ്യരുത് കേട്ടോ. ഇപ്പോൾ നിലത്ത് വീണെൻ്റെ നടു ഒടിഞ്ഞാനെ, ശരിക്കും അപ്പാപ്പന്മാരെ പോലെ തന്നെ ആയാനെ. അത് കേട്ടപ്പോൾ ദിവ്യ കുലുങ്ങിച്ചിരിച്ചു. അപ്പോഴും എൻ്റെ കൈകൾ ദിവ്യയുടെ വയറിനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. രാഹുലേ, നിൻ്റെ കൈ അനക്കരുത് കേട്ടോ. എനിക്ക് വയറിൽ ആരെങ്കിലും തൊട്ടാൽ അപ്പോൾ ഇക്കിളിയാകും. എനിക്ക് പിന്നെ ചിരി നിർത്താൻ പറ്റില്ല. ആണോ? അത് നേരത്തെ പറയണ്ടേ. ഞാൻ കിട്ടിയ ചാൻസ് മുതലെടുത്തുകൊണ്ട് അവളുടെ വയറിൽ നന്നായി ഇക്കിളി കൂട്ടി. പെണ്ണ് എൻ്റെ കയ്യിൽ കിടന്ന് ഇളകി മറിഞ്ഞു. ഒപ്പം തന്നെ ഞാൻ അവളോട് നന്നായി അമർന്നു. ആ പോസിൽ തന്നെ ഞാൻ ദിവ്യയെ കെട്ടിപ്പിടിച്ച് കിടന്നു. ദിവ്യ പണിപെട്ട് ചിരി നിർത്തി. അയ്യോ, എനിക്ക് വയ്യാണ്ടായി, മതി മതി, ശ്വാസം മുട്ടുന്നു. ഞാൻ, എന്നാ തോൽവി സമ്മതിച്ചോളൂ. ദിവ്യ, സമ്മതിച്ചു. ഞാൻ എൻ്റെ കൈ കുറച്ചുകൂടി കയറ്റി അവളുടെ വയറിന് തൊട്ട് മുകളിലായി വെച്ചു. എൻ്റെ നെഞ്ച് കിടുകിടാന്നിടിക്കുന്നുണ്ട്. കാരണം അവളുടെ വയറിന് നടുക്കാണ് ഇപ്പോൾ എൻ്റെ കൈ. ഞാൻ അവളെ കെട്ടിപ്പിടിച്ച് അവസരം മുതലെടുക്കുന്നത് അവൾക്ക് മനസ്സിലാകുന്നുണ്ടാകുമോ? ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. ഉറപ്പായും അവളും അതറിയുന്നുണ്ടാകും. ഇനി അവൾ ഇതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടാകുമോ? അല്ലെങ്കിൽ എപ്പോഴേ അവൾ എണീറ്റ് പോയേനെ. ഞാൻ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നതിനിടയിൽ ദിവ്യ എന്നോട് ചോദിച്ചു, രാഹുലിന് ലവറുണ്ടോ? ഞാൻ പെട്ടെന്ന് ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ടായിരുന്നല്ലേ? ദിവ്യ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അയ്യോ, അതൊക്കെ ഞാൻ മറക്കാൻ നോക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഒന്നും ചോദിക്കല്ലേ പ്ലീസ്. ഞാൻ ദിവ്യയോട് തിരികെ ചോദിച്ചു, ദിവ്യയ്ക്ക് പ്രേമമുണ്ടായിരുന്നു? ദിവ്യ കുറച്ചു നേരത്തേക്കൊന്നും മിണ്ടുന്നില്ല. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, പറയാൻ ഇഷ്ടമില്ലെങ്കിൽ പറയണ്ട, ഞാൻ ചുമ്മാ ചോദിച്ചു എന്നേ ഉള്ളൂ. ഞാൻ മനസ്സിൽ കരുതി, എനിക്കാണെങ്കിൽ ഫീലിങ്സ് കയറിയിട്ട് ഒരു രക്ഷയുമില്ല. ഇവിടുന്ന് എണീക്കുന്നതിന് മുൻപ് ദിവ്യയുമായി എന്തെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് നടക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ. ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റിയ വിഷയം തന്നെ. എൻ്റെ ഒരു കാര്യം, ഒരാവശ്യത്തിന് പെട്ടെന്ന് ആക്രാന്തം വല്ലതും കാണിച്ചാൽ ചിലപ്പോൾ പണിയായാലോ എന്നുള്ള ടെൻഷൻ വേറെയും. ദിവ്യ, അതുകൊണ്ടല്ല രാഹുൽ, എൻ്റെ ലൈഫിലെ ആ ചാപ്റ്റർ ഞാൻ ക്ലോസ് ചെയ്തതാണ്. അതൊന്നും അങ്ങനെ വേഗം ആരോടും പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എന്നോടത്ര വിശ്വാസമില്ലെങ്കിൽ പറയണ്ട, ഓക്കെ?
ദിവ്യ. അവൻ്റെ പേര് അമൽ എന്നായിരുന്നു. എറണാകുളത്താണ് വീട്. ഞാൻ പഠിച്ചത് അവിടെയായിരുന്നല്ലോ. അങ്ങനെയുള്ള പരിചയമായിരുന്നു. പക്ഷേ അവന് കൂടുതൽ ഇഷ്ടം എന്നോടായിരുന്നില്ല, എൻ്റെ ശരീരത്തോടായിരുന്നു. ഞങ്ങൾ എപ്പോഴും കാണലുണ്ടായിരുന്നു. അവൻ എന്നെ പല രീതിയിൽ ഉപയോഗിച്ചു. ഇവളുടെ കഥയുടെ ടോൺ കേട്ടിട്ട് എനിക്കൊരു കാര്യം ഏതാണ്ട് പിടികിട്ടി. അമൽ ഇവളെ ശരിക്കും മുതലെടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഭാഗ്യമുണ്ടെങ്കിൽ എൻ്റെ ആഗ്രഹം പോലെ എന്തെങ്കിലുമൊക്കെ ഇന്ന് നടക്കും. ഞാൻ ഓരോന്നും ആലോചിച്ച് മനസ്സിൽ ഒരുപാട് സന്തോഷിച്ചു. ദിവ്യ തുടർന്നു. അവൻ എന്നെ പുതിയ ഓരോ രീതികൾ പരീക്ഷിക്കുവാൻ വേണ്ടി മാത്രം ഉപയോഗിക്കാൻ തുടങ്ങി. അതൊക്കെ ഒരു പരിധി വരെയും ഞാൻ ക്ഷമിച്ചു. ഒരു ദിവസം അവൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ ബർത്ത്ഡേ ഫംഗ്ഷന് അമൽ എന്നെയും കൊണ്ടുപോയി. ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് അമൽ എന്നെയും കൊണ്ട് മുകളിലൊരു റൂമിലേക്ക് പോയി. ഞാൻ അമലുണ്ടല്ലോ എന്ന ധൈര്യത്തിൽ ചെറുതായി വോഡ്കയും അവിടുന്ന് കഴിച്ചിരുന്നു. പക്ഷേ എൻ്റെ ബോധമൊന്നും നഷ്ടപ്പെട്ടിരുന്നില്ല. അമൽ നോർമൽ ചെയ്യുന്ന പോലെ തന്നെ പരിപാടികൾ തുടങ്ങി. ഞങ്ങൾ ആദ്യം കിസ് ചെയ്തു. പിന്നെ അവൻ നിന്നെ ഞാൻ ഇടയിൽ കയറി. ഒന്നുമില്ല. പറ മോളൂസേ. അല്ല, ദിവ്യ മോളെ. ദിവ്യ, അതൊക്കെ നീ ഊഹിച്ചെടുത്തോളണം. ഞാൻ എന്ന് അർത്ഥം വെച്ചു മൂളി. അവൾ എന്തോ പറയാൻ തുടങ്ങിയതും ഞാൻ വീണ്ടും ഇടയിൽ കയറി സംസാരിച്ചു. അപ്പോൾ നിങ്ങൾ തമ്മിൽ എല്ലാം കഴിഞ്ഞിട്ടുണ്ടല്ലേ? ദിവ്യ, എന്നാ ഞാൻ നിന്നോട് ഇനി ഒന്നും പറയുന്നില്ല, പോരെ? അയ്യോ പിണങ്ങല്ലേ, ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. എന്നിട്ട് എന്ത് സംഭവിച്ചു? ബാക്കി പറ പ്ലീസ് എന്നും പറഞ്ഞുകൊണ്ട് ദിവ്യയുടെ വയറ്റിൽ ഞാനൊരു നുള്ളു കൊടുത്തു. അവളൊന്ന് ഇളകി മറിഞ്ഞു. അവൾ കുതറിയപ്പോൾ ഞാൻ താഴേക്ക് വീഴാനായി പിന്നെയും പോയി. അപ്പോൾ വീഴാതിരിക്കാൻ എന്നെ വീണ്ടും ഞാൻ വീണ്ടും അരയിൽ മുറുകെ പിടിച്ചു. ഇത്തവണയും കൈ ഞാൻ അവളുടെ ടോപ്പിന് മുകളിലൂടെ വയറിന് കുറുകെ പിടിച്ചു. ഇല്ലേൽ ഞാൻ താഴെ വീഴില്ലേ? എൻ്റെ നെഞ്ച് പതുക്കെ ഇടിച്ചു തുടങ്ങി. പക്ഷേ ഞാൻ വിചാരിച്ച പോലെയുള്ള പ്രതികരണം ദിവ്യയിൽ നിന്നും ഉണ്ടായില്ല. അവൾ ബാക്കി പറഞ്ഞു തുടങ്ങി. അവന് മൂടായപ്പോൾ അവൻ എന്നെ കട്ടിലിൻ്റെ നടുവിലായി കിടത്തി. എന്നിട്ട് എൻ്റെ കൈ രണ്ടും കട്ടിലിൻ്റെ രണ്ട് മൂലയിലുമായി കെട്ടിയിട്ടു. ഇന്ന് നമുക്ക് പുതിയൊരു രീതി പരീക്ഷിക്കാമെന്ന് അവൻ എൻ്റെ ചെവിയിൽ പറഞ്ഞു. ഇതുപോലുള്ള ഭ്രാന്ത് അവനിടയ്ക്കുള്ളതാണ്. അതുകൊണ്ട് ഞാനതത്ര കാര്യമാക്കിയില്ല. എന്നിട്ട് എൻ്റെ ചുരിദാറിൻ്റെ ഷോൾ മാറ്റി. എന്നിട്ട് ആ ഷോള് കൊണ്ട് എൻ്റെ കണ്ണുകൾ മൂടിക്കെട്ടി നേരെ എൻ്റെ മേലിലേക്ക് കയറി കിടന്നു. ഞാൻ എന്തിന്? ദിവ്യ, രാഹുൽ പ്ലീസ്, ഇതിനിടയ്ക്ക് കയറി എന്നെ വെറുതെ കളിയാക്കല്ലേ. സോറി, ബാക്കി പറ. അവളുടെ കഥ കേൾക്കുന്ന സമയം ഞാൻ താഴെ വീഴാതിരിക്കാൻ വേണ്ടി ഒന്ന് ചേർന്ന് കിടക്കുന്നത് പോലെ കാണിച്ചുകൊണ്ട് വീണ്ടും പതുക്കെ എൻ്റെ കൈ അവളുടെ വയറിന് മുകളിൽ നന്നായി വെച്ചു. അതോടുകൂടി ഞാൻ വേറെ ഒരു മായാലോകത്തായി. എന്തൊരു രസമാണ് ഇവളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ. കെട്ടിപ്പിടിച്ചപ്പോഴാണ് ഇതിൻ്റെ രസം ശരിക്കും എനിക്ക് മനസ്സിലായത്. അതേസമയം എൻ്റെ ചങ്കിടിപ്പും കൂടുന്നുണ്ട്. അവളുടെ കഥയും കേൾക്കണമല്ലോ, ശ്രദ്ധ പോകാനും പാടില്ല. ദിവ്യ ബാക്കി പറഞ്ഞു തുടങ്ങി. അവൻ കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം കട്ടിലിൽ നിന്നും താഴെ ഇറങ്ങുന്ന പോലെ എനിക്ക് തോന്നി. ഡോറ് തുറന്ന് വെളിയിൽ പോകുവാൻ അവനെന്ന് എനിക്ക് തോന്നി. ഞാൻ അമലിനോട് എങ്ങോട്ടാണ് എന്നെ കെട്ടിയിട്ടിട്ട് പോകുന്നതെന്ന് ചോദിച്ചു. എൻ്റെ കണ്ണിലെ കെട്ടഴിക്കൂ, എനിക്ക് പേടിയാവുന്നുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ തന്നെ ഒന്നും മിണ്ടാതെ അവൻ തിരിച്ചു വരുന്നത് പോലെയും എനിക്ക് തോന്നി. അവനൊന്നും മിണ്ടാതെ വീണ്ടും എൻ്റെ അടുത്ത് വന്ന് കിടന്നു. അവൻ്റെ കൈ കൊണ്ട് എൻ്റെ കവിളിലൊന്ന് തലോടി. എന്നിട്ട് എൻ്റെ നെറ്റിയിൽ ഉമ്മ വെച്ചു. പക്ഷേ ആ കൈകളിൽ എന്തോ തഴമ്പുള്ളതുപോലെ. അമലിൻ്റെ കൈകൾ സോഫ്റ്റാണ്. എൻ്റെ അടുത്ത് കിടക്കുന്ന ആളുടെ നീളം കൂടുതലുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. അമലിനത്ര ഹൈറ്റില്ല. മാത്രവുമല്ല അമൽ യൂസ് ചെയ്യുന്ന ബോഡി പെർഫ്യൂമിൻ്റെ സ്മെല്ലുമല്ല. പിന്നെ എൻ്റെ അടുത്ത് കിടന്ന ആൾ എൻ്റെ മേലേക്ക് കയറി കിടന്നു. അമലിന് ഇത്ര ബോഡി വെയ്റ്റ് ഇല്ല. ഇത് അമൽ തന്നെയാണോ എന്നെനിക്ക് സംശയം വന്നു.
സംശയമല്ല, എനിക്കുറപ്പായി ഇത് വേറെ ആരോ ആണെന്ന്. ഞാൻ ആരാടാ നീ എന്നുറക്കെ ഒച്ചെടുത്തപ്പോഴേക്കും അവൻ എൻ്റെ മുഖത്തിട്ടടിച്ചു. എന്നിട്ട് ഒച്ച വെക്കല്ലേടി എന്ന് പറഞ്ഞു. ആ അടിയിൽ എൻ്റെ കണ്ണിലെ കെട്ടഴിഞ്ഞു പോയി. ഞാൻ ആ കാഴ്ച കണ്ടത് ഞെട്ടിപ്പോയി. ഒരു കറുത്ത ശരീരമുള്ള വികൃത രൂപമുള്ള ഒരുത്തൻ. അവൻ്റെ പല്ലിനൊക്കെ മഞ്ഞ നിറം. അമൽ അപ്പുറത്ത് നിന്ന് മദ്യപിച്ചുകൊണ്ട് ഇതെല്ലാം കണ്ട് ആസ്വദിക്കുന്നു. ഞാൻ ഒരുപാട് കെഞ്ചി പറഞ്ഞിട്ടും അവൻ എന്നെ വെറുതെ വിട്ടില്ല. അമലിൻ്റെ ഒത്താശയോടെ അവൻ്റെ കൂട്ടുകാരൻ അന്നത്തെ ദിവസം എന്നെ യൂസ് ചെയ്തു. ഞാൻ കഷ്ടമായല്ലോ. പോലീസിൽ പറയാൻ പാടില്ലായിരുന്നോ? അമലല്ലേ നിന്നെ ചതിച്ചത്? ദിവ്യ, ഇതൊക്കെ എല്ലാവരും പറഞ്ഞാൽ എൻ്റെ ഫ്യൂച്ചർ പോകില്ലേ? ഞാൻ അതും ശരിയാ. എടി, അപ്പോൾ നീ പ്രഗ്നൻ്റ് ആവൂലേ? ദിവ്യ, ഇല്ല, ഞാൻ അങ്ങനെ ആവാതിരിക്കാൻ ഉടനെ പിൽസ് കഴിച്ചു. അതിനുശേഷം സൂയിസൈഡ് ചെയ്യാനൊക്കെ ഞാൻ നോക്കിയതാണ്. പിന്നെ പതുക്കെ പതുക്കെ അതിൽ നിന്നൊക്കെ റിക്കവറായി. അപ്പോൾ അങ്കിളിനും ആൻറ്റിക്കുമൊക്കെ ഇതെല്ലാം അറിയോ? അമലിൻ്റെ കാര്യമൊക്കെ അറിയാം. ലാസ്റ്റ് ഞാൻ പറഞ്ഞതൊന്നും അറിയില്ല. ഞാൻ, അമലുമായി നിനക്ക് എത്ര വർഷത്തെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു? ഒരു 1.5 വർഷത്തോളം. ഓ, അപ്പോൾ അവൻ നിന്നെ ഒരുപാട് മുതലാക്കി കാണുമല്ലോ. ഇനി ഇത് സംസാരിക്കണ്ട പ്ലീസ്. ഞാൻ നിന്നോട് ഒരു ഫ്ലോയിൽ ഇതെല്ലാം പറഞ്ഞു പോയതാ. ഇനി അത് വിട്ടേക്ക്. എൻ്റെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ ഞൊടിയിടയിൽ മിന്നിമാഞ്ഞു. ഇവളപ്പോൾ ഞാൻ വിചാരിച്ച പോലെയല്ല. ഇതിൻ്റെയൊക്കെ രുചി അറിഞ്ഞിട്ടുള്ള പെൺകൊച്ചായതുകൊണ്ട് കുറച്ച് നാൾ അത് കിട്ടാത്തതിൻ്റെ ദാഹം പെണ്ണിനുണ്ടാകും. അത് ഞാൻ ഇന്ന് തന്നെ എങ്ങനെയെങ്കിലും മുതലെടുക്കും. ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ നല്ല മനസ്സുള്ള ആണുങ്ങൾക്ക് ഒരു ഗേൾ ഫ്രണ്ടിനെ കിട്ടാൻ പ്രയാസമാണ്. അല്ലാത്തവർക്കൊക്കെ വേഗം സെറ്റാകും. ദിവ്യ, നല്ല മനസ്സുള്ളതുകൊണ്ടാണോ നിൻ്റെ ലവ് ഫ്ലോപ്പായത്? ദിവ്യ അതും പറഞ്ഞ് എന്നെ കളിയാക്കി. ഞാൻ, എന്നെ കളിയാക്കേണ്ട. ഞാൻ പ്രണയമുണ്ടായിരുന്ന സമയത്ത് എൻ്റെ പെണ്ണിനെ ഒന്ന് ഉമ്മ വയ്ക്കുക മാത്രം ചെയ്തുള്ളൂ. ദിവ്യ, ഉമ്മ വെച്ചോ? എവിടെ? ഞാൻ, കവിളിലും കയ്യിലും. ദിവ്യ, അയ്യേ ദാരിദ്ര്യം. ഞാൻ, നീ അതിസമ്പന്ന ആവാൻ നോക്കിയത് കൊണ്ടാണ് കണ്ട അവന്മാരൊക്കെ. ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല. അവൾക്ക് സങ്കടമായാലോ എന്ന് കരുതി. അന്ന് എനിക്ക് അത്രയൊക്കെ പറ്റിയുള്ളൂ. ദിവ്യ, അതെന്താ? നിനക്ക് പേടിയാണോ പെണ്ണുങ്ങളെ? അല്ലെങ്കിൽ നിനക്ക് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ, എന്ത് പ്രശ്നം? ദിവ്യ, ഒന്നുമില്ല. ഞാൻ, നീ എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ കഴിവുകെട്ടവനാണെന്ന്? ദിവ്യ, അയ്യോ ഇല്ലായേ. കുറേ നേരമായി നീ നിൻ്റെ കഴിവ് തെളിയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ലെന്നാണോ നിൻ്റെ വിചാരം? ഞാൻ പിന്നെ കുറച്ച് നേരത്തേക്കല്ലേ എന്ന് ചിന്തിച്ച് ഒന്നും മിണ്ടാത്തതാണ്. ഞാൻ മിണ്ടാത്തത് കൊണ്ടാണോ നീ ഇങ്ങനെ തന്നെ തുടരുന്നത്? ഞാൻ, എന്താ നീ പറഞ്ഞു വരുന്നത്? ദിവ്യ, ഒന്നും അറിയാത്ത കുഞ്ഞുവാവ. നിങ്ങൾ ആണുങ്ങളുടെ ഇതുപോലത്തെ അസുഖമൊക്കെ ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് വേഗം മനസ്സിലാകും. ഞാൻ താഴെ വീഴാൻ പോയപ്പോൾ പെട്ടെന്നറിയാതെ പറ്റിപ്പോയതാണ്. ഞാൻ എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. ദിവ്യ, മതി കിടന്നുരുളേണ്ട. ഞാൻ, അല്ലെങ്കിലും എനിക്കൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കാനേ ദൈവം വിധിച്ചിട്ടുള്ളൂ. തൊട്ടടുത്ത് നല്ലൊരു സുന്ദരി കിടന്നിട്ടും ഒരു കിസ് പോലും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ദൈവമേ. ദിവ്യ, അയ്യോടാ പാവം. കിസ് കിട്ടിയാൽ മോൻ്റെ സങ്കടമൊക്കെ തീരുമോ? എൻ്റെ മനസ്സിലത് കേട്ടപ്പോൾ ആകെ ഒരു കോരിത്തരിപ്പുണ്ടായി. ഞാൻ, ചിലപ്പോൾ തീർന്നാലോ? ദിവ്യ എൻ്റെ നേർക്ക് തിരിഞ്ഞു കിടന്നു. സ്ഥലക്കുറവ് കാരണം അവൾക്ക് തലവെച്ച് കിടക്കാൻ ഞാൻ എൻ്റെ ഇടത്ത് കൈ തലയണ പോലെ ആക്കി കൊടുത്തു. ഇപ്പോൾ ഞങ്ങളുടെ കിടത്തം കണ്ട ഞാൻ അവളെ ശരിക്കും വട്ടം കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അവൾ പതുക്കെ എൻ്റെ കവിളത്തൊരുമ്മ തന്നു. അവൾ എൻ്റെ നെഞ്ചിലമർന്നു.
ഓ, ഞാൻ അവളുടെ ചൂട് നിറഞ്ഞ കിസ് നന്നായി എൻജോയ് ചെയ്തു. ഇപ്പോൾ കാര്യങ്ങളെല്ലാം ശരിക്കും എൻ്റെ കയ്യിൽ തന്നെയായി. പതുക്കെ കരുക്കൾ നീക്കിയാൽ പെണ്ണിന്ന് എനിക്ക് സ്വന്തം. ഞാൻ അവളെ എൻ്റെ ശരീരത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് എൻ്റെ കെയറിങ് അവളെ അറിയിക്കുന്നത് മാതിരി അവളെ നന്നായി ഒന്ന് കെട്ടിപ്പിടിച്ചു. ദിവ്യ, എന്താണ് മോനെ ഉദ്ദേശം? ഞാൻ, നമ്മളിപ്പോൾ ഒരു പെയറല്ലേ, അപ്പാപ്പനും അമ്മാമ്മയും, അപ്പോൾ ഇങ്ങനെ വേണ്ടേ കിടക്കാൻ? ദിവ്യ, ഓ അങ്ങനെയാണോ? പെണ്ണിൻ്റെ കണ്ണിൽ നോക്കിയാൽ അറിയാം അവൾ ഇതെല്ലാം ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടെന്ന്. പോരാത്തതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെണ്ണിന് ദാഹമുണ്ടാവും. ഞാൻ പറഞ്ഞു, ദിവ്യേ, ഞാൻ നിൻ്റെ നെറ്റിയിൽ പതുക്കെ ഒന്ന് കിസ് ചെയ്യാൻ പോവാനിട്ടോ. അവളൊന്നും മിണ്ടിയില്ല. ഞാൻ അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. ഒരു ഉമ്മയെ വെച്ചുള്ളൂ. ആക്രാന്തം കാണിച്ചാൽ ചിലപ്പോൾ പെണ്ണെണീറ്റ് പോവും. അതോടുകൂടി ഇത്ര കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആകും. ഞാനൊരു കൈ അവളുടെ തോളിൽ വെച്ചുകൊണ്ട് അവളെ എന്നോട് ഒന്നുകൂടി അടുപ്പിച്ചു. എന്നിട്ട് അവളുടെ നെറ്റിയിൽ ഒരു ചുടുചുംബനം കൂടി നൽകി. അവൾ കണ്ണടച്ചുകൊണ്ട് അത് ആസ്വദിക്കുന്നത് ഞാൻ മനസ്സിലാക്കി. പറഞ്ഞിട്ട് കാര്യമില്ല, ഇവളും ഒരാണിൻ്റെ ചൂട് ആഗ്രഹിക്കുന്നുണ്ടാകും. ഇതോടുകൂടി എൻ്റെ ധൈര്യം ഇരട്ടിയായി. പെണ്ണ് എന്തിനും തയ്യാറായി കിടക്കുകയാണെന്നുള്ള സിഗ്നൽ എനിക്ക് കിട്ടിത്തുടങ്ങി. ഞാൻ അടുത്ത പരിപാടിയിലേക്ക് കടക്കാൻ പോകുന്നതിന് മുമ്പ് പരിസരം ഒന്ന് വീക്ഷിച്ചു. കുട്ടിപ്പിശാശികളുടെ അനക്കമൊന്നും കേൾക്കുന്നില്ലല്ലോ. എല്ലാം ഉറങ്ങിപ്പോയോ? ദിവ്യയും കണ്ണടച്ചുകൊണ്ട് എൻ്റെ നെഞ്ചോട് ചേർന്നാണ് കിടക്കുന്നത്. അവളൊന്നും മിണ്ടുന്നില്ല. ഇനി എന്തിനും പൂർണ്ണ സമ്മതമാണെന്ന് അറിയിച്ചുകൊണ്ട് കിടക്കുകയായിരിക്കുമോ ആവോ? ഞാൻ വിളിച്ചു, ദിവ്യേ. ഞാൻ എൻ്റെ ജീവിതത്തെ ഇതുവരെയും ഒരു പെണ്ണിൻ്റെ കൂടെ ഇങ്ങനെ കിടന്നിട്ടില്ല. എനിക്കതിൻ്റെ ഫീലിങ്സ് എന്താ എന്നറിയാൻ പോലും പാടില്ല. അതിന് മറുപടി എന്നോണം ദിവ്യ കണ്ണ് തുറക്കാതെ പതുക്കെ ഒന്ന് ചിരിച്ചു. അപ്പോൾ നിൻ്റെ ലവറിനെ കയ്യിലും കവളിലും ഉമ്മ വെച്ചതോ? ഞാൻ പറഞ്ഞു, ആ ഫസ്റ്റ് ഒരൊറ്റ തവണ, അതും പേടിച്ചുകൊണ്ട്. എൻജോയ് ചെയ്യാനൊന്നും പറ്റിയില്ല. നിനക്ക് എൻ്റേതായിക്കൂടെ? ഈ അവസ്ഥയിൽ എന്ത് ചോദിച്ചാലും ചിലപ്പോൾ പെണ്ണ് സമ്മതിക്കും. ആ ഒരു ധൈര്യത്തിൽ ഞാൻ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് ചോദിച്ചതാണ്. കാരണം ഇനി സമയം അധികമില്ല. അപ്പുറത്ത് മരണവീടാണ്. ഏത് നിമിഷവും ആരും വന്ന് വിളിച്ചേക്കാം. അതോടുകൂടി പരിപാടികളെല്ലാം തീരും. അപ്പോൾ അവൾ എൻ്റെ കയ്യിൽ കയറി പിടിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അപ്പുറത്ത് കുട്ടികൾ കിടക്കുന്നുണ്ട്, അവരെ കാണും. ഞാൻ ഭയങ്കര ആഗ്രഹവും ആക്രാന്തവും നിറഞ്ഞ ഒരു ക്ഷമയില്ലാത്തവനെ പോലെ അവളെ എന്നോട് നന്നായി അടുപ്പിച്ചു പിടിച്ചു. എന്നിട്ട് അവളുടെ കാതിൽ പറഞ്ഞു, കുട്ടികൾ കണ്ടില്ലെങ്കിൽ പ്രശ്നമില്ലല്ലേ? എങ്കിൽ നമുക്ക് പതുക്കെ മുകളിലെ റൂമിലേക്ക് പോയാലോ? ദിവ്യ ചെറുതായി ഒന്ന് മൂളി. ഞാൻ കുട്ടികളോടായി ഉറക്കെ പറഞ്ഞു, എല്ലാവരും ഇവിടെ അടങ്ങിക്കിടക്കട്ടോ. ചേട്ടനും ചേച്ചിയും മുകളിൽ പോയിട്ട് ഇപ്പോൾ വരാം. ആരെങ്കിലും ഡോറിൽ മുട്ടിയാൽ ചേട്ടനോട് വന്ന് പറയണം കേട്ടോ. ചേട്ടൻ വന്ന് വാതിൽ തുറന്നു കൊടുത്തോളാം. എല്ലാ കാര്യങ്ങളിലും ഞാൻ മുൻകരുതലെടുത്തുകൊണ്ട് ദിവ്യയുടെ മനസ്സ് മാറുന്നതിന് മുമ്പായി അവളെയും കൊണ്ട് ഞാൻ വേഗം മുകളിലേക്ക് കയറി. എൻ്റെ ആക്രാന്തം കണ്ടിട്ട് ദിവ്യ ചെറുതായി ചിരിക്കുന്നുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, പട്ടിണി കിടക്കുന്ന പട്ടിക്ക് ചിക്കൻ കാല് കിട്ടിയ അവസ്ഥയാണ് എൻ്റേത്. മുകളിലെ റൂമിൽ ചെന്ന പാടെ ഞാൻ അവളെ വാരിയെടുത്ത് അവളെ കെട്ടിപ്പുണരാൻ ഒരുങ്ങിയതും അവൾ എന്നെ തടഞ്ഞു. പെട്ടെന്ന് അവളുടെ മുഖം മാറിയതുപോലെ. എന്തു പറ്റി? എന്താ പെട്ടെന്ന് ഡെസ്പായതുപോലെ? ദിവ്യ, ഞാൻ എന്തിനും തയ്യാറായി വന്നിട്ട് പോലും നീ എന്നോടൊന്നും ചോദിച്ചില്ലല്ലോ. എന്താ ദിവ്യ, എനിക്ക് മനസ്സിലാകുന്നില്ല. ദിവ്യ, ആരോടും പറയാത്തൊരു കാര്യം ഞാൻ നിന്നോട് മാത്രമാണ് പറഞ്ഞത്. നിൻ്റെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങാനും തയ്യാറായി. എന്നിട്ടും അവൾ ഉദ്ദേശിച്ചത് എനിക്ക് പിടികിട്ടി. ആക്രാന്തം മൂത്തു നിന്ന ഞാൻ എൻ്റെ സ്വാർത്ഥതയിൽ കുറ്റബോധം പൂണ്ടു.
ശരിയാണ്, ഒരു പെണ്ണിൻ്റെ കവിളിൽ കൈകൊണ്ട് തല്ലി ഒരുത്തൻ. അവളുടെ അനുവാദമില്ലാണ്ട് അവളുടെ ദേഹത്ത് കൈവച്ച വൃത്തികെട്ട നായ. അതിനൊത്താശ ചെയ്തു കൊടുത്ത അവളുടെ കാമുകനായിരുന്ന മറ്റൊരു വൃത്തികെട്ടവൻ. ഈ 2 നാറികളുടെയും കാര്യം അവൾ എന്നോട് മാത്രമാണ് ഡീറ്റെയിലായി പറഞ്ഞത്. എന്നിട്ട് ഞാൻ അവളോട് അവന്മാരെ എന്ത് ചെയ്യണമെന്ന് പോലും ചോദിച്ചില്ല. പാവം, അവൾ എന്തിനും തയ്യാറായി വന്നതാണ്. ഞാൻ ചോദിച്ചു, ആ ചൊറി പിടിച്ച നായ നിന്റെ മുഖത്ത് ഏത് കൈകൊണ്ടാണ് തല്ലിയത്? ദിവ്യ, അവൻ്റെ വൃത്തികെട്ട വലത് കൈകൊണ്ട്. ഞാൻ, അതങ്ങ് ഒടിഞ്ഞു പോയാലോ? അത് കേട്ടപ്പോൾ തന്നെ അവളുടെ മുഖത്ത് വന്ന തിളക്കം ഞാൻ ശ്രദ്ധിച്ചു. ഇവളുടെ മനസ്സിൽ ഇപ്പോഴും പ്രതികാരം കെട്ടടങ്ങിയിട്ടില്ല. ഞാൻ എൻ്റെ ഫോൺ എടുത്ത് അവളെ എൻ്റെ ചങ്കിൻ്റെ ഫോട്ടോ കാണിച്ചു. ദിവ്യ, ഇതാരാ? ഞാൻ, എൻ്റെ ചങ്കാണ്, സേവ്യർ. ഇവിടെയുള്ളൊരു വലിയ അബ്കാരിയുടെ മകനാണ്. സ്വന്തമായി ഫിനാൻസിങ് കമ്പനിയൊക്കെ ഉണ്ട്. ഇവൻ്റെ അപ്പന് ഭയങ്കര സ്വാധീനമാണ്. ഒരു ഗുണ്ടപ്പട തന്നെയുണ്ട്. ഇവൻ എനിക്ക് വേണ്ടി എന്തും ചെയ്യും. ഇവരുടെ ഒരു സ്പിരിറ്റ് ലോറി റെയ്ഡിൽ നിന്ന് രക്ഷിച്ചെടുത്തതിൻ്റെ നന്ദി കൂടി എന്നോടുണ്ട്. പോലീസിൻ്റെയും എക്സൈസിൻ്റെയും ഒരു ജോയിൻ്റ് റെയ്ഡ് ഉണ്ടായിരുന്നു. അച്ഛൻ ഫോണിൽ സംസാരിച്ചപ്പോൾ ഞാൻ കേട്ടതായിരുന്നു. അന്ന് ഇവരുടെ 4-5 ലോറികളാണ് ഞാൻ വിളിച്ചറിയിച്ചത് കൊണ്ട് റൈഡിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഞാനും അവനും തമ്മിൽ രഹസ്യങ്ങളൊന്നുമില്ല. അവൻ എൻ്റെ മനസാക്ഷി സൂക്ഷിച്ചുകാരനാണ്. നിൻ്റെ പേര് ഞാൻ പറയില്ല. വേറെ ഒരു പെങ്കൊച്ചിൻ്റെ കാര്യമാണെന്ന് അവനോട് പറയാം. ആ നായിൻ്റെ മോൻ ഇനി ആരോടും ഇങ്ങനെ ചെയ്യരുത്. ദിവ്യ, എന്നാ പിന്നെ ആ അമലിനെ കൂടി. ഞാൻ, ഏറ്റടി പെണ്ണെ, നമുക്ക് താഴേക്ക് പോകാം. ദിവ്യ, അപ്പോൾ നമ്മൾ ഇവിടെ വന്ന കാര്യം ചെയ്യണ്ടേ? ഞാൻ, വേണ്ട, ഇപ്പോൾ വേണ്ട, ആദ്യം ഈ പരിപാടി ഒന്ന് കഴിയട്ടെ. ദിവ്യ സന്തോഷം കൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ച് കവിളിൽ ഉമ്മ വെച്ചു. അങ്ങനെ ചെയ്താൽ നിനക്കെന്നെ മടുക്കുന്നത് വരെ ഞാൻ നിൻ്റെ കൂടെ എന്തിനുമുണ്ടാകും. ഞാൻ അവളെ നോക്കി ഒരു സിഗ്നൽ കാട്ടി. അങ്ങനെയാണ് സേവ്യർ എനിക്ക് അനലി ലാസറിനെയും ടീമിനെയും മുട്ടിച്ചു തരുന്നത്. അമലിൻ്റെ ആ വൃത്തികെട്ട കൂട്ടുകാരൻ്റെ പേര് ജോബി എന്നാണ്. അവന്മാരിന്ന് ആ വീട്ടിൽ ഒരു ഐറ്റം വരുന്നത് കാത്തിരിക്കുവാണ്. പാവം അമ്മമാർക്കറിയില്ലല്ലോ ഇത് അണലിയുടെ കിണിയാണെന്ന്. മഴയുടെ കൂടെ നല്ല ഇടിവെട്ട് കേട്ടു. കുറച്ചു കഴിഞ്ഞ് ലാസറേട്ടൻ്റെ ഫോൺ. മോനെ രാഹുലേ, നല്ല വെടിപ്പായി തീർത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ, കൊന്നില്ലല്ലോ അല്ലേ? ലാസർ, ഏയ്, പിള്ളേര് കയറി ഒന്ന് നിരങ്ങി. പരിചയമില്ലാത്ത പിള്ളേരാണ് കൂടെ. ഞാനാണെങ്കിൽ ഫോണിൽ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് ഒന്ന് കക്കൂസിൽ പോയി വന്നപ്പോഴേക്ക് അവന്മാർ കയറി മേഞ്ഞു. അപ്പോഴെങ്കിലും എത്തിയത് നന്നായി. താങ്ക്സ് അച്ചായ. ഓക്കെ മോനെ, എന്തേലും ഉണ്ടെങ്കിൽ വിളിക്കിട്ടാ. ബൈ. എറണാകുളം തന്നെയുള്ളൊരു വലിയ ആശുപത്രിയുടെ മുന്നിൽ ഞാൻ കാറിലിരിക്കുവാണ്. അമലിനെയും ജോബിനെയും അവിടെയാണ് അഡ്മിറ്റ് ചെയ്തേക്കുന്നത്. ദിവ്യ ആ രംഗമൊന്ന് കാണണമെന്ന് പറഞ്ഞു. തിരികെ വന്ന ദിവ്യ എന്നോട്, അവന്മാരുടെ 2 കൈയും 2 കാലും ഒടിഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ, അച്ചായനോട് വലത് കൈ എന്ന് ഞാൻ പറഞ്ഞതാ. ആ സമയത്ത് അച്ചായൻ കക്കൂസിൽ പോയി. കൂടെയുള്ള പിള്ളേർ മറന്നുപോയി കാണും. ദിവ്യ പൊട്ടിച്ചിരിച്ചു. ഞാൻ, ഇതുകൂടെ കാണ്. അവന്മാരെ പെരുമാറുന്ന വീഡിയോ ദിവ്യയ്ക്ക് കാണിച്ചു കൊടുത്തു. അവന്മാരുടെ കരച്ചിൽ ശരിക്കും കേൾക്കുന്നുണ്ട്. ദിവ്യയ്ക്ക് സ്പൈഡർ സിനിമയിലെ SG സൂര്യയുടെ ഒരു എക്സ്പ്രഷൻ അത് കണ്ടപ്പോൾ. ദിവ്യ, ഞാൻ കാണാൻ ചെന്നപ്പോൾ അവന്മാർക്ക് ഏതാണ്ട് മനസ്സിലായി എന്ന് തോന്നുന്നു. അവന്മാരിത് കേസാക്കിയാൽ ഞാൻ റേപ്പ് കേസ് ഫയൽ ചെയ്യുമെന്ന് അവർക്കറിയാം. ഞാൻ, നോ പ്രോബ്ലം. അണലിയുടെ ടീമായി മുട്ടി നിൽക്കാൻ അവന്മാരിപ്പോഴുള്ള തന്തയ്ക്ക് ജനിച്ചാൽ പോരാ. ഇനി കേസായി വന്ന അച്ഛൻ്റെ സ്റ്റേഷനിലല്ലേ വരാൻ പോകുന്നേ? തെളിവൊന്നുമില്ലല്ലോ. ദിവ്യ എൻ്റെ കവിളിലൊരു ഉമ്മ തന്നു. അവൾ എന്നോട്, അപ്പോൾ എങ്ങനാ, നമുക്ക് പോകേണ്ടേ? അന്നത്തേത് കംപ്ലീറ്റ് ചെയ്യേണ്ടേ? ഞാൻ അവളുടെ കവിളിലൊന്ന് നുള്ളി.
കാർ നേരെ ഞങ്ങൾക്കായി ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടലിലേക്ക് കുതിച്ചു. ദിവ്യ അവളുടെ വാക്ക് പാലിച്ചു. എല്ലാം കഴിഞ്ഞിറങ്ങാൻ നേരം ഞാൻ മനസ്സിൽ ചിന്തിച്ചു, അപ്പാപ്പൻ മരിച്ചത് ഒരു പെണ്ണിനെ എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടണമെന്നുള്ള എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും കൊണ്ടായിരിക്കുമോ? അപ്പോൾ ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത കഥയുമായിട്ട് ഉടനെ കാണാം. വിത്ത് ലവ്, അലീന ആൻസി.